ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ JBJ വേൾഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് മനസ്സിലായോ? കണ്ടോ, ഇതുപോലെ ഒരു ലവ് ബേർഡിനെയും പിന്നെ നമ്മൾ കണ്ടോ ഒരു ബട്ടർഫ്ലൈ, സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ലവ് ബേർഡ്സും ബട്ടർഫ്ലൈ ഒക്കെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് വൂളൻ്റെ പല പല കളറിലുള്ള ത്രെഡാണ്. അങ്ങനെ നമ്മൾ 3 കളറൊക്കെ വേണം നമുക്ക് ഒരു ഫ്ലവർ ഉണ്ടാക്കാനും. 3 അല്ലെങ്കിൽ 2 ആയാലും മതി കേട്ടോ. അതിലിപ്പോൾ ഞാൻ എടുക്കാൻ വിചാരിക്കുന്നത് ഇത് ഒരു കളറ്, പിന്നെ വേറെ 2 കളേഴ്സ്, അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ആദ്യം തന്നെ നമുക്ക് ഈ ഒരു കളർ എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു സ്ക്വയറിലുള്ള ഒരു കാർഡ്ബോർഡോ എന്തെങ്കിലും ഒരു ചതുരത്തിലുള്ള ഒരു സാധനം, കാർഡ്ബോർഡ് ആണെങ്കിൽ നല്ലത്. ഇപ്പം എനിക്ക് അതൊന്നും കിട്ടിയില്ല. അപ്പം ഞാൻ ഇതുപോലെ എൻ്റെ അടുത്തൊരു മിറർ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഈ മിററിലാണ് ഞാനിങ്ങനെ റോൾ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതൊരു 20 റൗണ്ട് ഇതുപോലെ ചുറ്റിയെടുക്കാം, 20 റൗണ്ട്. എന്നിട്ട് നമുക്കത് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യണം. ഇപ്പോൾ 20 റൗണ്ട് ചുറ്റിയെടുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെ നമ്മൾ കട്ട് ചെയ്തിട്ട് അതിനെ വേറെ വേറെ ആക്കുക. 2 സൈഡും കട്ട് ചെയ്യേണ്ട, താഴെ മാത്രം കാണാട്ടോ. നോക്ക്, ഇതുപോലെ തന്നെ ഇതുപോലെ ഒരു സൈഡ് കട്ട് ചെയ്തെടുത്തിട്ട് അതിനവിടെ മാറ്റി വയ്ക്കുക. അപ്പോൾ ഇത്രയും നമുക്ക് കിട്ടും. കണ്ടോ, ഇത്രയും നമുക്ക് കിട്ടും. ഇതുപോലെ 3 കളറും ഇതുപോലെ തന്നെ റോൾ ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. 3 കളേഴ്സാണ് ഞാൻ വിചാരിക്കുന്നത്. 3 കളറും ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. കണ്ടോ, ഈ 3 കളേഴ്സാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നിട്ട് അതിനകത്ത് ഒരു കളർ ഞാൻ എടുത്തു. എന്നിട്ട് കണ്ടോ, ഈ യെല്ലോയുടെ നടുക്ക് വെച്ചിട്ട് ക്രോസ് ചെയ്ത് വെച്ചു. കണ്ടോ, പിന്നെ ഈ 2 കളേഴ്സ് ഞാൻ ക്രോസ് ചെയ്ത് വെച്ചിട്ട് ഇനി നിങ്ങളൊന്ന് കണ്ടോ ഞാൻ എന്താ ചെയ്യുന്നതെന്ന്. കണ്ടോ, ഇതുപോലെ എടുത്തിട്ട് അതെൻ്റെ തന്നെ ഓരോ ത്രെഡ് നമ്മൾ അതിൽ നിന്ന് വലിച്ചൂരിയെടുക്കണം. ഞാൻ അത് ആദ്യം എടുക്കാൻ മറന്നുപോയി കേട്ടോ. കാരണം നമുക്ക് അവിടെ ഒരു കെട്ടിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ സെയിം കളറിൽ തന്നെ കെട്ടിടണം, അല്ലെങ്കിൽ വേറെ വേറെ കളറാകുമ്പം വലിയ ഭംഗി ഉണ്ടാവില്ല. കണ്ടോ, ഇതുപോലെ ഓരോന്ന് ഞാൻ വലിച്ചെടുത്തു അതിൽ നിന്ന് തന്നെ. എന്നിട്ട് അതുകൊണ്ട് അവിടെ യെല്ലോനെ കെട്ടി ടൈറ്റാക്കും. അത് കഴിഞ്ഞിട്ട് മറ്റേ കളറും അതുപോലെ തന്നെ കെട്ടുക. എങ്ങനെ കെട്ടുന്നതെന്ന് നോക്കിക്കോ. ഇതുപോലെ അങ്ങനെ കെട്ടണം, 2 സൈഡും കെട്ടണേ. ഇതുപോലെ 2 സൈഡും കെട്ടി ശരിയാക്കി. അത് കഴിഞ്ഞിട്ട് നമ്മൾ 3ാമത്തെ കളർ എടുക്കുക. 3ാമത്തെ കളർ എടുത്തിട്ട് വീണ്ടും ആ കെട്ടിയതിനെ ക്രോസ് ചെയ്ത് വെക്കാം. ക്രോസ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് പിന്നെ വേണ്ടത് ന്യൂസ് പേപ്പർ ഒരു കുഞ്ഞു ബോളാക്കി എടുത്തിട്ട് കണ്ടോ, ഇതുപോലെ ഈ യെല്ലോയുടെയും മറ്റേ കളറിൻ്റെയും കൂടെ നടുക്ക് വെച്ചിട്ട് അതങ്ങ് മടക്കിയെടുത്തിട്ട് നമ്മൾ വീണ്ടും ഈ 2ഉം കൂടെ കൂട്ടിയിട്ട് അവിടെ കൊണ്ടൊരു കെട്ട് കെട്ടണം. അപ്പോൾ ന്യൂസ് പേപ്പർ കുറച്ച് സൈഡിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഒന്ന് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വയ്ക്കുക. അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് കുഴപ്പമില്ല, അത് കണ്ടാലും കുഴപ്പമില്ല. പിന്നെയുള്ള ആ പീച്ച് കളറുണ്ടല്ലോ, ആ പീച്ച് കളറിനെ നമ്മൾ ഇതിൻ്റെ മുകളിൽ കൂടെ കവർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ കണ്ട കഴിഞ്ഞ് ആ പീച്ച് കവർ ചെയ്യുമ്പം അതങ്ങ് പോവും. ഇപ്പോൾ ശരിക്കും ഒരു കിളിയുടെ തലയായിട്ട് വരുന്നില്ലേ, ഒരു ലവ് ബേർഡിൻ്റെ തലയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ളത് നമ്മൾ ചിറകാണോ ഉദ്ദേശിക്കുന്നത്, ആ പീച്ച്. അപ്പോൾ ആ പീച്ചിനെ ഇങ്ങനെ ഒരു സൈഡിൽ എടുത്തത് മറ്റേ സൈഡിലേക്ക് വയ്ക്കുക. ഈ സൈഡിൽ എടുത്ത് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ചിറകിരിക്കുന്നത് അങ്ങനെയല്ലേ. അപ്പോൾ അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് വയ്ക്കുക. വെച്ച് കഴിയുമ്പോൾ കണ്ടോ, ഇപ്പോൾ ഒരു കിളിയായില്ലേ, ഒരു ബേർഡായില്ലേ. ഇനി കണ്ടോ, ഇതുപോലെ ഇനി അതിനെ നല്ല ടൈറ്റാക്കി നല്ല പെർഫെക്റ്റ് ആക്കിയിട്ട് അവിടെ ഇവിടെയൊക്കെ പൊന്തി നിൽക്കാത്ത രീതിയിൽ നന്നായിട്ട് കിട്ടുക. നല്ല ടൈറ്റാക്കി കെട്ടി കഴിഞ്ഞിട്ട് അതിൻ്റെ അവിടെയൊക്കെ പൊന്തി നിൽക്കുന്ന പോലെ തോന്നി എനിക്ക്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വലിച്ച് ഞാനെല്ലാം ഒന്ന് സെറ്റാക്കി കേട്ടോ. സെറ്റാക്കി കഴിയുമ്പോൾ ഇത് കണ്ടോ, ഇത് വാലാണ്. എല്ലാം കൂടെ ഓരോരോ ഷേപ്പിലല്ലേ നിൽക്കുന്നത്. അപ്പോൾ അതൊന്ന് കത്രിക വെച്ചിട്ട് വെട്ടി അറ്റം കൂർത്ത് വരുന്ന രീതിയിൽ വെട്ടി നല്ല ലെവലാക്കി എടുക്കുക. നല്ല എങ്ങനെ കിളിയുടെ വാലിരിക്കുന്ന പോലെ നമ്മൾ നല്ല ഒരേപോലെയൊക്കെ ആക്കി എടുക്കുക.
എന്നിട്ട് കണ്ടോ ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് നിവർത്തിയൊക്കെ വെക്കാം. നിവർത്തിയൊക്കെ വെച്ച് നല്ല അടിപൊളി വാലൊക്കെ ആക്കി എടുക്കാം. കേട്ടോ, അപ്പം ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ച ഒരു കിളിയാണത്. ഇപ്പോൾ ഉള്ള ബേർഡിന് കണ്ണും ഇതൊന്നുമില്ല കേട്ടോ. മറ്റേതിന് ചുണ്ടും കണ്ണും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്കിതിനും കണ്ണും ചുണ്ടും ഒക്കെ ഉണ്ടാക്കണം. അപ്പോൾ എങ്ങനെ ചുണ്ട് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. ചുണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു റെഡ് ഇതുപോലെ തന്നെ വൂളൻ്റെ റെഡിൻ്റെ ത്രെഡാണ് വേണ്ടത്, റെഡ് കളർ ത്രെഡ്. അപ്പോൾ അതെടുത്തിട്ട് 3 ലെയറിലെടുത്തിട്ട് ഇതുപോലെ നടുക്കായിട്ടൊരു കെട്ടിടുക. കണ്ടോ, ഇപ്പം ഞാൻ കെട്ടിയില്ലേ, ഇതുപോലെ നടുക്കൊരു കെട്ടിടുക. വീണ്ടും അതേ സ്ഥലത്ത് തന്നെ ഒരു കെട്ടും കൂടി ഇടുക. അതിൻ്റെ മുകളിൽ വരുന്ന രീതിയിൽ ഒരു കെട്ടും കൂടി ഇടാം. കണ്ടോ, അവിടെ ഒരു കെട്ടിട്ട് നന്നായിട്ട് ടൈറ്റ് ആക്കുക കേട്ടോ. ടൈറ്റാക്കി കഴിഞ്ഞിട്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം 2 സൈഡും കൂടെ ഒരുമിച്ച് പിടിക്കുക. ഒരുമിച്ച് പിടിച്ചിട്ട് പിന്നെ എല്ലാം കൂടെ കൂട്ടി ഒരുമിച്ചൊരു കെട്ടിടുക. അതും നന്നായിട്ട് ടൈറ്റാക്കി നമ്മൾ ഇപ്പം ഇട്ട കെട്ടിൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് ആ കെട്ടും കൂടി ഇടാം. എന്നിട്ട് നിങ്ങൾ നോക്കിക്കോ അതെങ്ങനെയാണ് ചുണ്ടാവുന്നതെന്ന്. കണ്ടോ, ഒരു കിളിയുടെ ചുണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ കെട്ടിനെ അടുപ്പിച്ച് കൊണ്ടുവന്നിട്ട് നേരത്തെ കെട്ടിയ കെട്ടിൻ്റെ അടുത്ത് അടുപ്പിച്ച് കൊണ്ടുവന്നിട്ട് ഈ കെട്ടിനെ നല്ല ടൈറ്റാക്കി എടുക്കാം. അപ്പം അതൊരു പക്ഷിയുടെ ചുണ്ടായിട്ട് വരും. കണ്ടോ, ഇപ്പം ഞാൻ ചെയ്യുന്നത് കണ്ടോ, അവിടെ കുറച്ചൊരു ഇതുപോലെയൊക്കെ വന്നേ. അപ്പം ഞാനത് ഒന്ന് വലിച്ച് സെറ്റാക്കിയതാണ് കേട്ടോ. കണ്ടോ, ഇപ്പം ഇതുപോലെയൊക്കെ ആയി. ഇനി നിങ്ങൾ കണ്ടോ, ഇതൊരു ചുണ്ടായിരിക്കും. കണ്ടോ, ഇപ്പം ചുണ്ടായില്ലേ, ഒരു പക്ഷിയുടെ ചുണ്ടായി. ഇനി നമ്മൾ ബാക്കിയുള്ള ത്രെഡൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് നല്ല നീറ്റാക്കിയിട്ട് നമുക്ക് ഗ്ലൂ ഗൺ വെച്ചിട്ട് ആ ബേർഡിൻ്റെ വായുടെ ആ ഭാഗം ഉണ്ടല്ലോ അവിടെ കൊണ്ടുവന്ന് ഒട്ടിക്കാം. പിന്നെ കണ്ണ് ഇതുപോലെ തന്നെ ബ്ലാക്കിൽ 2 മുത്തായാലും മതി, പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ബ്ലാക്ക് കളറിലുള്ള ഇതാണ് കണ്ണായിട്ട് വയ്ക്കുക. അപ്പം ഞാൻ എന്ത് ചെയ്ത്, ബ്ലാക്ക് ഒരു പേപ്പർ ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്, അതാണ് കട്ട് ചെയ്ത് 2 കണ്ണായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ചുണ്ടും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ പക്ഷീനെ. ഇപ്പം നല്ല അടിപൊളി 2 ലവ് ബേർഡ്സ് ആയി. ഒന്ന് ഞാൻ ആദ്യം ഉണ്ടാക്കി വെച്ചതായിരുന്നു, പിന്നെ ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. ഇപ്പം 2 എണ്ണമായില്ലേ. രണ്ടും ചില കളേഴ്സൊക്കെ സെയിം ആയിട്ട്, പക്ഷേ ഒന്നിൻ്റെ തൂവലാണ് ഒരു കളറെങ്കിലും മറ്റേത് നേരെ തിരിച്ചാക്കിയിട്ട് അങ്ങനെ ഏകദേശം ഒരുപോലെയൊക്കെ വരുന്ന 2 ലവ് ബേർഡ്സ് പെയറായിട്ട് നമ്മൾ ഉണ്ടാക്കി. കണ്ടോ, നല്ല ഭംഗിയില്ല കാണാനൊക്കെ. ഓക്കെ, ഇനി നമുക്ക് ഈ ബട്ടർഫ്ലൈ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതാണ് ബട്ടർഫ്ലൈയുടെ മോഡൽ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നമുക്ക് കാണാം. അതിനായിട്ട് നമുക്ക് നല്ല പല്ല അകലമുള്ള ഒരു ചീപ്പാണ് വേണ്ടത്. ഇതുപോലൊരു ചീപ്പ് എടുക്കുക. ചീപ്പ് എടുത്തിട്ട് നമ്മൾ ബട്ടർഫ്ലൈ ഉണ്ടാക്കാൻ 2 കളറാണ് നമുക്ക് വേണ്ട, 2 അല്ല 3 കളർ വേണം. അതിൽ ഈ ഒരു കളർ, ഞാനിപ്പോൾ ഈ ഒരു കളർ എടുക്കുന്നത്. ഈ കളർ എടുത്തിട്ട് നമ്മൾ പല്ലിൻ്റെ അകലമുള്ള പല്ലുണ്ടല്ലോ ചീപ്പിൻ്റെ, അതിലൊരു 10 പല്ല് എണ്ണി എടുക്കുക. 10 എണ്ണം. ചെറിയ ബട്ടർഫ്ലൈക്ക് 10 എണ്ണം. ഇനി നിങ്ങൾക്ക് വലിയ ബട്ടർഫ്ലൈ വേണമെങ്കിൽ കുറച്ച് അധികം എടുത്താൽ മതി. അങ്ങനെ 10 പല്ല് എണ്ണി എടുത്തു. അങ്ങനെ 10ാമത്തെ ആ ഇതിൻ്റെ ഇടയിലാണ് നമ്മൾ ആ നൂല് ഇങ്ങനെ വെച്ചു. എന്നിട്ട് നമ്മൾ കണ്ടോ ഇതുപോലെ ഒരു 4 റൗണ്ട് എടുക്കുക. ഇങ്ങനെ 4 റൗണ്ട് നമ്മൾ അതേ സ്ഥലത്ത് കൂടെ തന്നെ 4 റൗണ്ട് എടുത്തിട്ട് ആ ത്രെഡ് കട്ട് ചെയ്തിട്ട് ബാക്കിൽ കെട്ടി ടൈറ്റ് ചെയ്യുക. 4ഓ 5ഓ എടുക്കാം. ഞാനിപ്പോൾ 5 എടുക്കുന്നുണ്ട്. കുറച്ചും കൂടെ ഒരു ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, ചടറൊക്കെ കുറച്ച് വിടർന്ന് നിൽക്കും. അതിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ വൃത്തികേടാവും. അത്രയൊക്കെ മതി. എന്നിട്ട് ഇതുപോലെ കെട്ടി ടൈറ്റ് ചെയ്യാം. കണ്ടോ, ഇനി ഞാൻ എടുക്കാൻ പോകുന്നത് ഈ കളറാണ്. ഈ കളർ എടുത്തിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നേരത്തെ നമ്മൾ 10 എണ്ണമല്ലോ എടുത്തേ, അതിൻ്റെ 2 അറ്റത്തു നിന്ന് ഓരോന്ന് വിടുക. അപ്പം നമുക്ക് നടുക്ക് 8 എണ്ണം കിട്ടും. 2 അറ്റത്തു നിന്ന് ഓരോന്ന് വിട്ടിട്ട് ഇതുപോലെ തന്നെ അതിലെ ചുറ്റിയെടുക്കാം. കണ്ടോ, ഇവിടുന്ന് ഒരെണ്ണം വിടുക. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എൻഡിൽ നിന്നും ഒരെണ്ണം വിടുക. ഇതുപോലെ ഒരു 4 ചുറ്റിയെടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ ആദ്യത്തെ ചെയ്ത പോലെ തന്നെ അതിൻ്റെ എൻഡ് കട്ട് ചെയ്തിട്ട് ബാക്കിൽ കൊണ്ടുപോയിട്ട് കെട്ടിടുക. കെട്ട് 2 ഒരേ സൈഡിൽ വരാൻ ശ്രമിക്കണം.
ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു കളർ എടുക്കുക. ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇനി നമ്മളിപ്പോൾ 8 പല്ലാണല്ലോ അതിൻ്റെ നടുക്കുള്ളത് അല്ലേ, അതിൽ 4 4 അങ്ങനെ അതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കുക. സെൻറ്റർ 4 അപ്പുറത്തും 4 ഇപ്പുറത്തും. അങ്ങനെ അതിൻ്റെ നടുക്ക് ഇപ്പം നമ്മളെടുത്ത ഈ റെഡ് കളറിനെ അതിൻ്റെ നടുക്കുള്ള ബാക്കിൽ ഹോളുണ്ടല്ലോ, ഇപ്പം ഞാൻ എടുക്കുന്ന പോലെ ഈ കത്രികയും കൊണ്ടോ നൂല് സൂചി വെച്ചിട്ട് പുറത്താലും മതി കേട്ടോ. സൂചി ആകുമ്പോൾ ഈസി ആയിട്ട് ചെയ്യാം. ഇതുപോലെ അപ്പുറത്തേക്ക് എടുക്കുക കേട്ടോ. ഇതിപ്പുറത്ത് വന്നു, ഇപ്പുറത്ത് വന്നിട്ട് നമ്മൾ ഇതിനെ നടുക്ക് ആ ഭാഗം കൊണ്ട് ഒരു കെട്ട് കൊടുക്കുക. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടുക കേട്ടോ. ആ റെഡ് വെച്ചിട്ട് അവിടെ കെട്ടുക. കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ ഇതിനെ എല്ലാത്തിനെയും ചീപ്പ് ചെയ്യുന്ന വലിച്ച് പുറത്തെടുക്കണം കേട്ടോ. പുറത്തെടുത്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് കാണാം ഇതുപോലെ ടൈറ്റാക്കി അവിടെ കെട്ടണം. കെട്ടി പിന്നെ നമുക്ക് അതിൻ്റെ എക്സ്ട്രാ വന്ന നൂലൊക്കെ ഞാൻ വെട്ടിക്കളഞ്ഞു കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഇതിനൊരു കൊമ്പ് പോലെ ഒരു സാധനം ഉണ്ടല്ലേ ബട്ടർഫ്ലൈക്കൊക്കെ. അപ്പം ആ ബട്ടർഫ്ലൈയുടെ അതാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മൾ ആ കെട്ടിയ റെഡ് വൂളൻ്റെ ത്രെഡിൻ്റെ അറ്റത്ത് വന്നിട്ട് 2 കെട്ട് ഒരേ സ്ഥലത്ത് 2 കെട്ട് കൊടുക്കുക. അപ്പോൾ അതുപോലെ ഇതായിട്ട് കിട്ടും. അങ്ങനെ നമ്മൾ ബട്ടർഫ്ലൈ ഉണ്ടാക്കി 2 എണ്ണം, 2 ബേർഡ്സിനെ ഉണ്ടാക്കി. കണ്ടോ, ഈസി അല്ലേ? പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന, കുറച്ച് വൂളൻ ത്രെഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാവുന്ന, ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ബട്ടർഫ്ലൈയും ലവ് ബേർഡ്സും. പല പല കളർ ഉണ്ടെങ്കിൽ കുറേ ലവ് ബേർഡ്സ് നമുക്ക് വെറൈറ്റി കളേഴ്സിൽ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബെൽ ബട്ടണും അടിക്കണം. എന്നാലാണ് ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുള്ളൂ. പിന്നെ കമൻറ്റ് ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ബൈ, സി യു.